രൗദ്രം. രചന കാശിനാഥൻ. ഭാഗം 2. കുട്ടികൾക്ക് രണ്ടാൾക്കും ഇഷ്ടായ സ്ഥിതിക്ക് നമുക്കൊരു ചെറിയ ചടങ്ങ് കൂടി നടത്തിയിട്ട് പോയാലോ? ലക്ഷ്മി വിശ്വനാഥൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അയാൾക്ക് പെട്ടെന്നൊന്നും മനസ്സിലായില്ല. ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ലക്ഷ്മി വെളിയിലേക്ക് ഇറങ്ങിപ്പോയി. പെട്ടെന്ന് തന്നെ അവർ കയറി വരികയും ചെയ്തു. അവരുടെ കൈവശം ഒരു ആമാടപ്പെട്ടി ഉണ്ടായിരുന്നു. അവരത് കൊണ്ടുവന്ന് വിശ്വനാഥൻ്റെ ഭാര്യയുടെ നേർക്ക് തുറന്നു കാണിച്ചു. ഏകദേശം 5-6 പവൻ തൂക്കമുള്ള ഒരു ലക്ഷ്മി മാലയും വളയും. ഞങ്ങളുടെ കുടുംബത്തിൽ വിവാഹത്തിൻ്റെ ചടങ്ങിന് മുൻപേ നടത്തുന്ന ഒരു ആചാരമാണിത്. പെൺകുട്ടിയെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചെക്കൻ ഈ മാലയും വളയും ഇട്ട് നിർത്തും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇന്നേക്ക് 7 ദിവസത്തിനുള്ളിൽ വിവാഹം നടക്കുമെന്നാണ് ഞങ്ങളുടെ കുടുംബത്തിലെ ഐതിഹ്യം. ഇതിപ്പോൾ ഇവരുടെ കാര്യത്തിൽ എത്ര ദിവസം മുന്നോട്ട് പോകുമെന്നറിയില്ല. എന്തായാലും വരട്ടെ, നോക്കാം. ലക്ഷ്മി പറഞ്ഞതും വിശ്വനാഥൻ സമ്മതഭാവത്തിൽ തലകുലുക്കി. ഈ കുട്ടിയുടെ അമ്മയുടെ അഭാവത്തിൽ ഇങ്ങനെ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഏയ്, എന്ത് ബുദ്ധിമുട്ട്? ചടങ്ങായിട്ട് തന്നെ നടക്കട്ടെ. മാലതിയോട് ഞാൻ വിവരങ്ങളൊക്കെ ധരിപ്പിച്ചോളാം. വിശ്വനാഥനും ലക്ഷ്മിയും തമ്മിലുള്ള സംസാരം കേട്ടുകൊണ്ട് വിറങ്ങലിച്ച് നിൽക്കുകയാണ് ജാനകി. അപ്പോഴും ഈശ്വര, ഇതെന്തൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? പേടിയോടെ അവൾ മുഖമുയർത്തി നോക്കിയപ്പോൾ രുദ്രൻ്റെ മിഴികൾ തിളങ്ങി നിന്നു. അവൻ എഴുന്നേറ്റ് അരികിലേക്ക് വരുമ്പോൾ താൻ എവിടെയെങ്കിലും വീണു പോകുമോ എന്ന് ജാനകി ഭയന്നുപോയി. തൻ്റെ ഇടത് കവിൾത്തടം ഒന്ന് ഒഴിഞ്ഞുകൊണ്ട് രുദ്രൻ ജാനകിയെ ഒന്നുകൂടി അടിമുടി നോക്കി. എന്നിട്ട് അമ്മയുടെ കയ്യിൽ നിന്നും ലക്ഷ്മിമാല കയ്യിലേക്കെടുത്തു. അമ്മയെ നോക്കിയപ്പോൾ അവർ പുഞ്ചിരിയോടെ മകനെ നോക്കി സമ്മതഭാവത്തിൽ തലകുലുക്കി. അലറി വിളിക്കുകയാണ് ജാനകിയുടെ മനം. ഈശ്വര, എന്നെ രക്ഷിക്കുവാൻ ആരെങ്കിലും ഒന്ന് വരണേ. അവളുടെ ഹൃദയം അലമുറയിട്ട് കരഞ്ഞു നിലവിളിച്ചു. കണ്ണടച്ച് തുറക്കും മുന്നേ രുദ്രൻ ചാർത്തിയ മാല ഒരു നാഗം കണക്കെ അവളുടെ കഴുത്തിൽ ചുറ്റിപ്പിണഞ്ഞു. അവളുടെ അനാവൃതമായ കഴുത്തിലൂടെ അവൻ്റെ വിരലുകൾ ഇഴഞ്ഞു നീക്കിയപ്പോൾ പൊള്ളി പിടയുകയായിരുന്നു പാവം ജാനകി. വലത് കൈ അവൻ തന്നെയാണ് എടുത്തുയർത്തിയത്. പൂവ് പോലുള്ള അവളുടെ വിരലുകളിൽ അവൻ കൂട്ടിപ്പിടിച്ചപ്പോൾ പാവം പെണ്ണിന് വേദന കൊണ്ട് പൊളിഞ്ഞുപോയി. വളയം കൂടി അണിയിച്ച ശേഷം രുദ്രൻ തൻ്റെ മുൻപിൽ നിൽക്കുന്ന ജാനകിയെ നോക്കി ഒന്ന് പുഞ്ചിരി തൂക്കി. വിജയിച്ചിരിക്കുന്നു. ഒടുവിൽ അവൻ വിജയിച്ചിരിക്കുന്നു. തൻ്റെ പ്രാണൻ വെടിയുവോളം മുന്നിൽ നിൽക്കുന്നവനെ വിവാഹം കഴിക്കില്ലെന്ന് വെല്ലുവിളിച്ചു. അവൻ്റെ കരണത്തടിച്ചു. എന്നിട്ടൊടുവിൽ ഈശ്വര, താൻ ഇനി എന്ത് ചെയ്യും? രുദ്രനും ലക്ഷ്മിയും യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ അകത്തളത്തിൽ നിന്നും ഒരു തേങ്ങൽ മുറവിളി കൂട്ടിക്കൊണ്ടേയിരുന്നു. അവരുടെ വാഹനം അകന്നു മാറിയതും പാവം മാലതി നിലവിളിച്ചുകൊണ്ട് ഓടി വന്നു. വിശ്വനാഥനായിരുന്നു ഡോർ തുറന്നു കൊടുത്തത്. മോളെ, എൻ്റെ പൊന്നു മോളെ. ജാനകിയെ കെട്ടിപ്പിടിച്ച് അവർ ഉറക്കെ നിലവിളിച്ചു. എന്തിനായിട്ടാ എൻ്റെ കുട്ടിയോട് ഈ ചതി ചെയ്തത്? ആ തെമ്മാടിയെ കൊണ്ട് എൻ്റെ മോളെ വിവാഹം കഴിപ്പിച്ചിട്ട് ഏട്ടൻ എന്ത് നേടിയെടുക്കാനാ? പാവമല്ലേ എൻ്റെ കുട്ടി? എന്ത് വിശ്വാസത്തിലാണ് അവളെ അങ്ങോട്ട് അയക്കുന്നത്? പാവം മാലതി സഹോദരനെ നോക്കി ചോദിച്ചു. പെട്ടെന്നായിരുന്നു അയാൾ കാലുയർത്തി അവരുടെ നേർക്ക് തൊഴിച്ചത്. ജാനകി പിടിച്ചു മാറ്റിയതുകൊണ്ട്, ഇല്ലെങ്കിൽ അവരുടെ അടിവയറ്റിൽ കൊള്ളുമായിരുന്നത്. എടി ഉരുമ്പെട്ടോളെ, എൻ്റെ നേർക്ക് ശബ്ദമുയർത്തുന്നു നീ? അയാൾ വീണ്ടും പാഞ്ഞെടുത്തപ്പോൾ ജാനകി അമ്മാവൻ്റെ ഇരു കാലുകളിലും കെട്ടിപ്പിടിച്ച് ഉറക്കെ കരഞ്ഞു. അമ്മ, അറിവില്ലാത്തതുകൊണ്ട് പറഞ്ഞു പോയതാ. അമ്മാവൻ ക്ഷമിക്കണം. രുദ്രനെ വിവാഹം കഴിക്കാൻ എനിക്ക് പൂർണ്ണ സമ്മതമാണ്. ജാനകി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞതും അയാളുടെ മുഖത്ത് ക്രൂരമായ ഭാവത്തിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. മോളെ, നീ എന്തൊക്കെയായി പറയുന്നത്? അവനെ നിനക്ക് വേണ്ട. അമ്മ ഇനി ഒന്നും പറയണ്ട. എൻ്റെ വിധി ഇങ്ങനാവും. അമ്മയെ സമാധാനിപ്പിച്ചുകൊണ്ട് ജാനകി അകത്തേക്ക് നടന്നു. ഇവിടെ ഈ തറവാട്ടിൽ
വിശ്വനാഥൻ പറയുന്നതേ നടക്കൂ, അല്ലാണ്ട് സ്ത്രീകൾ ശബ്ദമുയർത്തണ്ട. അങ്ങനെ വന്നാൽ തീർത്ത് കളയാൻ എനിക്കറിയാം. അതിനധികം സമയമൊന്നും വേണ്ട. തേവർമഠത്തിലെ രുദ്രനാരായണൻ ഒടുവിൽ അവൻ ഇഷ്ടപ്പെട്ട പെണ്ണിനെ സ്വന്തമാക്കുന്നു. കൊള്ളാം കൊള്ളാം, നല്ലത് തന്നെ. പക്ഷെ അവളുടെ മനസ്സ്, അത് പിടിച്ചെടുക്കാൻ ഇത്തിരി പാടുപെടും മോനെ. നീ ആ വെള്ളം അങ്ങോട്ട് വാങ്ങി വെച്ചോ. അവളെ പെണ്ണ് വേറെയാ. കൂട്ടുകാരനായ വിച്ചു പറയുമ്പോൾ രുദ്രൻ അവനെ അടിമുടി നോക്കി. മഞ്ഞ നിറമുള്ള റോയൽ എൻഫീൽഡിൻ്റെ മുകളിൽ മലർന്നു കിടക്കുന്ന വിച്ചു ഒരു വലിയ ശബ്ദത്തോടെ നിലത്തേക്ക് പതിച്ചു. യോ, എൻ്റെ നാട്ടു ഒടിഞ്ഞു എടാ. ഒരു പ്രകാരത്തിൽ വിച്ചു എഴുന്നേറ്റ് വന്നപ്പോൾ രുദ്രൻ അവനെ അടിമുടി നോക്കി. അവളെ കെട്ടിലമ്മയായി വാഴിക്കാനൊന്നുമല്ല ഞാൻ കൊണ്ടിരുന്നത്. നീ കണ്ടോടാ, ഈ രുദ്രൻ ആരാണെന്നുള്ളത് അവൾ അറിയാൻ പോകുന്നതേ ഉള്ളൂ. അവനത് പറയുമ്പോൾ ജാനകിയുടെ ജാനകിയോടുള്ള പക മുഴുവനായും മുഖത്ത് പ്രകടമായിരുന്നു. ദേ രുദ്ര, വേണ്ടാട്ടോ. അതൊരു പാവം കൊച്ചാ. നീ വെറുതെ അതിൻ്റെ കണ്ണീര് വീഴിക്കാനായിട്ട് കല്യാണം കഴിച്ചോണ്ട് വന്നേക്കല്ലേ. വേണ്ട, അവൾക്ക് വേണ്ടി നീ വക്കാലത്ത് പറയാൻ വരണ്ട. എടാ രുദ്ര, ആ കുട്ടിക്ക് നിന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞത് ഒരുപക്ഷെ അവളുടെ വീട്ടുകാരെ ഭയന്നിട്ടാവും. അച്ഛനില്ലാതെ വളർന്നതല്ലേ ആ അമ്മാവനെന്ന് പറയുന്നവൻ. എങ്ങനെയുള്ളതാണെന്ന് ആർക്കറിയാം. അമ്മാവൻ എങ്ങനെ വേണമെങ്കിലും ആയിക്കോട്ടെ, അവൾക്ക് എന്നോട് ഇഷ്ടവുമില്ലായിരുന്നിരിക്കാം. ശരി തന്നെ എന്ന് കരുതി അവളുടെ കൂട്ടുകാരുടെ മുമ്പിൽ വെച്ച് എൻ്റെ കരണത്തിനടിച്ച് പ്രതിഷേധിക്കേണ്ട കാര്യം എന്താണ്? അറിയാതെ പറ്റിപ്പോയതാവും, പോട്ടെ, സാരല്ല. വിച്ചു അവനെ നോക്കി. അവൾക്കറിയാതെ പറ്റി, ആയിക്കോട്ടെ. എനിക്ക് ഇതറിഞ്ഞുകൊണ്ട് പറ്റിയതാ, അപ്പോൾ കുഴപ്പമില്ലല്ലോ. രുദ്രൻ അവനെ നോക്കി കണ്ണിറുക്കി കാണിച്ചു. എടാ വേണ്ട കേട്ടോ, നിന്റെ ദേഷ്യവും വൈരാഗ്യവും ആ കൊച്ചിനോട് തീർക്കാൻ നിൽക്കല്ലേ. വിച്ചു പിന്നെയും പറഞ്ഞു. ഉത്തരവ്. വിച്ചുവിനെ നോക്കി കളിയാക്കിക്കൊണ്ട് രുദ്രൻ അവൻ്റെ ബുള്ളറ്റിലേക്ക് ചാടിക്കയറി അത് സ്റ്റാർട്ട് ചെയ്തു. എടാ ഞാനും വരുന്നു, വിച്ചു ഉറക്കെ പറഞ്ഞു. പക്ഷേ രുദ്രൻ അത് കേൾക്കാൻ കൂട്ടാക്കിയില്ല. നീയേ തൽക്കാലം നടന്നു വന്നാൽ മതി, വക്കാലത്തിന് എന്തെങ്കിലും മറുപടി വേണ്ടേ. രുദ്രൻ്റെ ശബ്ദം അവൻ്റെ കാതുകളിൽ മുഴങ്ങി. കാലത്തെ അമ്പലത്തിൽ പോയതാണ് ജാനകി, ഒരല്പം മനസ്സമാധാനം കിട്ടാൻ വേണ്ടി. ഭഗവാനെ കണ്ട് തൊഴാമെന്ന് കരുതി. അധികം ആളുകളില്ലാത്തതുകൊണ്ട് വളരെ വേഗം അവൾ അമ്പലത്തിൽ തൊഴുതു. തൻ്റെ സങ്കടങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരല്പം സമാധാനം. ആരെങ്കിലും തന്നെ ഒന്ന് രക്ഷിക്കുമെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു തോന്നൽ പോലെ. കുറച്ചു സമയം അതിലൂടെയൊക്കെ ചുറ്റിപ്പറ്റി നടന്നിട്ട് ആൽത്തറയുടെ അരിയിലേക്ക് നടന്നു. കൈമൾ മാഷൻ രാവുണ്ണിയാരും കൂടി വിസ്തരിച്ച ചർച്ചയിലാണ്. അവൾ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. മോളെ, ഈ വർഷത്തെ ഉത്സവത്തിന് നിന്റെ നൃത്തം ഉണ്ടാവില്ലേ? മാഷി ചോദിച്ചപ്പോൾ ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാതെ അവൾ തലകുലുക്കി. നോട്ടീസ് അടിക്കാനാ കുട്ടിയെ, പേര് കൊടുത്തിട്ട് പൊയ്ക്കോളൂ, മാഷി പിന്നെയും പറഞ്ഞു. ഒപ്പം തന്നെ കൗണ്ടറിലിരിക്കുന്ന സേതുവേട്ടനോട് കുട്ടിയുടെ പേര് ചേർക്കുമെന്ന് നിർദ്ദേശിച്ചു. എങ്ങനെയാണാവോ പേര് കൊടുത്താൽ ശരിയാവോ? ആലോചനയോടെ നിന്നപ്പോൾ ജാനകിയുടെ നൃത്തമുണ്ടെന്ന് പിന്നിൽ നിന്നും ആരോ വിളിച്ചു പറഞ്ഞു. ഞെട്ടിത്തിരിഞ്ഞു നോക്കിയതും രുദ്രൻ്റെ മുഖത്തേക്ക്. അവൻ അടുത്തേക്ക് വന്നപ്പോൾ അവളൊന്നും ഞെട്ടി. വാടോ, പേര് കൊടുത്തിട്ട് വരാം. അധികാരത്തോടെ അവൻ കൈക്ക് പിടിച്ചപ്പോൾ കൈമൾ മാഷിൻ്റെ മുഖം ചുളുങ്ങി. മാഷേ, സുഖല്ലേ? അവൻ ചോദിച്ചതും അയാൾ ഊവെന്ന് പറഞ്ഞു. രാവുണ്ണിയാരെ ഇവിടെയൊന്നും അല്ലേ ആവോ? ഊവ്, ഇവിടെ തന്നെയാ മോനെ. ഒന്ന് മൂളിക്കൊണ്ടവൻ ജാനകിയും കൂട്ടി നടന്നു. കൈവിട്, ആൾക്കാർ നോക്കുന്നു, ജാനകി ദയനീയമായി പറഞ്ഞു. പക്ഷേ രുദ്രൻ മൈൻഡ് ചെയ്തില്ല. വിടുന്നുണ്ടോ പ്ലീസ്? അവൾ ഒന്നുകൂടെ പറഞ്ഞു നോക്കി. ജാനകി വാസുദേവൻ ക്ലാസിക്കൽ ഡാൻസ്. അതെ, ടൈം 8:30 PM. അങ്ങനെ മതി, എഴുതി ചേർത്തോളൂ. രുദ്രൻ തന്നെയാണ് ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു കൊടുത്തത്. എല്ലാം കേട്ട് നിശബ്ദയായി നിൽക്കുകയാണ് ജാനകി. പേരുവിവരങ്ങൾ കൊടുത്ത ശേഷം ജാനകിയെ കുട്ടി നേരെ പാർക്കിങ്ങിലേക്ക് പോയി.
കൈ വിടുന്നുണ്ടോ? എനിക്കെൻ്റെ വീട്ടിൽ പോകണം. അവൾ അവനിൽ നിന്നും കൈ മോചിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. നീ പോകുന്നില്ല. അതെന്താ? എനിക്ക് വീട്ടിൽ പോകണമെന്ന് മലയാളത്തിലല്ലേ പറഞ്ഞത്? മലയാളത്തിലെന്നല്ല, ഏതൊക്കെ ഭാഷകളിൽ നീ പറഞ്ഞാലും ഈ രുദ്രൻ തീരുമാനിക്കുന്ന സമയത്ത് നീ എൻ്റെ അരികിൽ നിന്ന് പോവുള്ളൂ. ഇതൊക്കെ പറയാൻ നിങ്ങളാരാ? പെട്ടെന്ന് ജാനകിക്ക് ദേഷ്യം വന്നു. ഞാനോ? ഞാൻ ആരാണെന്ന് നിനക്കറിയണോ? എന്നാ കേട്ടോളൂ. കാലൻ. നിന്റെ കാലിലാണ് ഞാൻ. പറഞ്ഞുകൊണ്ട് അവൻ പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് അവളുടെ മാറിൽ കിടന്നിരുന്ന മാല കയ്യിലേക്കെടുത്തു. ഇതണിയിച്ചപ്പോൾ മുതൽക്കേ നീ എൻ്റെ ഭാര്യയെ കഴിഞ്ഞു. ഇനിയൊരു മാറ്റം വരണമെങ്കിൽ ഈ രുദ്രൻ്റെ ശ്വാസതാളം തെറ്റണം. അങ്ങനെയുടെ വരത്തിലടി. നീ രുദ്രൻ്റെയാണ്, രുദ്രൻ്റെ മാത്രം. അറിയാൻ പോകുന്നേ ഉള്ളൂ ഞാൻ ആരാണെന്ന്. അറിയിച്ചു തരും. ഇല്ലെങ്കിൽ ആണായിട്ട് നടന്നിട്ട് കാര്യമില്ല. തുടരും.